വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. അടിമ നിങ്ങളുടെ ഒരു സാക്ഷി നിർത്തിയ യേശുവിന് ഞാൻ ആയിരം നന്ദി പറയുന്നു. ഞാൻ സാക്ഷി പറയുന്നത്, എനിക്ക് പെട്ടെന്ന് ഒരു വയറുവേദന വന്നു. വയറുവേദന കൊണ്ട് എനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ കുറച്ച് ദിവസം ഇങ്ങനെ നോക്കി. ഞാൻ പാസ്റ്റിൻ്റെ അടുത്തൊന്നും ഞാൻ പറഞ്ഞില്ല. പറയാതെ ഞാൻ ഈ വയറുവേദന ഇങ്ങനെ കൊണ്ട് നടന്നു. അപ്പോൾ എന്നെ ആശുപത്രിയിൽ പോകാൻ ഹസ്ബൻഡ് വിളിച്ച്. ഞാൻ എന്നിട്ട് പേടിച്ചിട്ട് പോയില്ല. അത്ര എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല, ഇരിക്കാൻ കഴിയില്ല, കിടക്കാൻ പറ്റുകയില്ല. എനിക്ക് താങ്ങാൻ പറ്റാത്ത വയറുവേദന വരുമ്പോഴത്തേക്ക് എൻ്റെ അടിവയറ് കൊപ്പിൾ ഭാഗം എനിക്ക് കൈവയ്ക്കാനോ ഒന്നും പറ്റുകയില്ല. അത്ര വേദന കൊണ്ട് ഞാൻ അങ്ങ് തളർന്നു. ഞാൻ ഒരു ദിവസം ഇവിടെ ആരാധനയ്ക്ക് വന്ന് നിൽക്കുമ്പോൾ എനിക്ക് ആരാധനയ്ക്ക് ഇരുന്ന് ആരാധിക്കാൻ കഴിയുന്നില്ല. എനിക്ക് ആരാധിക്കണം കൊതിയുണ്ട്, എന്നാൽ എനിക്ക് കഴിയുന്നില്ല. ഞാൻ തളർന്നങ്ങനെ ഇരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് എൻ്റെ രോഗാവസ്ഥ പാസ്റ്റർ ഇങ്ങനെ വിളിച്ചു പറയുന്നു, എനിക്ക് ഈ വയറുവേദന കൊണ്ട് ഇടത് കാലെടുക്കാനൊന്നും കഴിയുകയില്ല. ഞാൻ ആകെ തളർന്നിരിക്കുകയായിരുന്നു. പാസ്റ്റർ എൻ്റെ ഈ ഇടത് കാലെടുക്കാൻ പറ്റാത്ത അവസ്ഥ എല്ലാം ഇങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഒരു ശക്തി എൻ്റെ തണുപ്പിൻ്റെ ഒരു അനുഭവം വന്ന് എൻ്റെ ശരീരത്തിൽ അടിക്കുകയും ഈ വേദന കൊണ്ട് എൻ്റെ നേരെ ഓവറിയോട് ചേർന്ന് ബാക്കിൽ തന്നെ ഒരു നല്ലൊരു നെല്ലിക്കയില അവനെ തള്ളി നിന്നു. ആ വേദന എനിക്ക് താങ്ങാൻ പറ്റുകയില്ല. അത്ര വേദനയായിരുന്നു. ആ നേരം പാസ്റ്റർ വിളിച്ച് പറയുകയും ഒരു തണുപ്പിൻ്റെ അനുഭവം വന്ന് അടിക്കുകയും ആ സ്പീഡിൽ തന്നെ ഞാൻ ഇടത് കൈയെടുത്ത് ആ നരമ്പ് തള്ളി നിന്നെടുത്ത് ഞാൻ വെച്ചപ്പോൾ അവിടെ നിന്ന് ഈ വെള്ളം തിളയ്ക്കുമ്പോൾ ആവി പറക്കും പോലെ ആവി പറന്ന് വെച്ചുകൊണ്ടേയിരിക്കുന്നു. ആ വേദന എനിക്ക് കർത്താവ് മാറ്റി തന്നു. വയറ്റിൻ്റെ വേദനയും മാറ്റി തന്നു. വയറ് പിതുങ്ങിയൊന്നും ചെയ്യില്ല, കല്ല് പോലെ ഉരുണ്ട് നിൽക്കുമായിരുന്നു. എന്നിട്ട് വയറിന് ഞാൻ കൈവച്ച് നോക്കിയപ്പോഴത്തേക്ക് വയർ പഞ്ഞി പോലെ അങ്ങ് പിതുങ്ങുകയും ചെയ്തു. കർത്താവ് എനിക്ക് വലിയ അത്ഭുതം ചെയ്തു. എന്നിട്ട് ഞാൻ പാസ്റ്ററിനോട് ഇങ്ങനെ പറഞ്ഞു. പാസ്റ്റർ പിന്നെ എൻ്റെ തലയ്ക്ക് കൈവച്ചൊക്കെ പ്രാർത്ഥിച്ചു. കർത്താവ് എനിക്ക് ആ വേദന എടുത്തു മാറ്റുന്നു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച എൻ്റെ യേശുവിന് ഞാൻ ആയിരം നന്ദി പറയുന്നു. ഇനി ഒരു സാക്ഷി പറയാനുള്ളത്, എനിക്ക് പെട്ടെന്ന് ഈ ഇടത് കൈ എനിക്ക് എടുക്കാൻ പറ്റാതെയായി. കൈ കുഴയ്ക്കകത്തു കൂടിയും കൈ പത്തിരകത്തുമാണ്. ഈ കൈ വേദന കൊണ്ട് കൈ അങ്ങ് വഴഞ്ഞ് തൂങ്ങി നിൽക്കുകയായിരുന്നു, വളർന്നു കൈ. അപ്പം ഞാൻ ഈ വേദനയെ വച്ചിട്ട് ഇനി എന്ത് ചെയ്യാനെന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ടേയിരുന്നു. ഈ വേദനയ്ക്ക് വേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു, കർത്താവ് എനിക്ക് നല്ല സുഖം തരണം. ഇതെന്തോ പെട്ടെന്ന് സന്ധ്യയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴാണ് ഒരു ചെറിയൊരു അനുഭവം എനിക്ക് പെട്ടത്. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച് തീർന്നിട്ട് പോയി കിടന്നു. എനിക്ക് വേദന കൊണ്ട് കൂടി. വേദന താങ്ങാൻ കഴിയില്ല. വേദന കൈ തൂങ്ങിപ്പോയി. എന്നിട്ട് ഞാൻ 2 ദിവസം ആയതിനു ശേഷം പാസ്റ്ററിന് പെട്ടെന്ന് വിളിച്ച് പറഞ്ഞു. പാസ്റ്റർ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് അപ്പോഴേ എനിക്ക് വിടുതൽ കിട്ടിയില്ല. രണ്ടാമത് പിന്നും പാസ്റ്റർ തന്നെ വിളിച്ച് എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവ് എനിക്കും അതിൽ കൂടി ചേർന്ന് കർത്താവിനെ പാടി സ്തുതിച്ച് എനിക്ക് വല്ലാതൊരു ശക്തി എനിക്ക് കർത്താവ് തന്നു. ഞാനും അതിൽ കൂടി കിടന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും കർത്താവിനെ സ്തുതിച്ച് പാടി ആരാധിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് കർത്താവ് ശക്തി ബലം എനിക്ക് എൻ്റെ ഈ കൈക്ക് തന്നു. പിന്നീട് ഒരു 12 ഞാൻ അന്ന് സുഖമായിട്ട് കിടന്നു ഉറങ്ങി. എനിക്ക് ഉറക്കമില്ലാതിരുന്നു. പിന്നെ പിറ്റേ ദിവസമായപ്പോൾ പിന്നെ ഈ കൈ വേദന കൊണ്ട് കൂടി. എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല വേദന. രാത്രി 12 മണി 1 മണിക്കൊക്കെ ഞാൻ ഭയങ്കര വിളിയായിരുന്നു. കൈ നീരും കൊണ്ട് കയറിയിട്ട് എൻ്റെ ആശുപത്രിയിൽ രാവിലെ കൊണ്ടുപോയപ്പോഴത്തേക്ക് ഡോക്ടർ നോക്കിയിട്ട് എന്നെ കണ്ടവരല്ല ഈ കൈ വളഞ്ഞ് എന്ന് ഈ കൈ നിവർന്ന് കിട്ടുമെന്നൊക്കെ എല്ലാവരും ചോദിക്കുകയായിരുന്നു. അങ്ങനെ ഈ കൈക്ക് എക്സ്റേ എടുക്കാൻ എഴുതി തന്നു. എക്സ്റേ എടുത്തപ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നെ ഡോക്ടർ എനിക്ക് മരുന്നുകൾ കുറിച്ച് തന്നു. ഞാൻ കൊണ്ടുവന്ന് ഒരു മരുന്നെടുത്ത് കഴിച്ചു. കൈ വേദന കൊണ്ട് കൂടി. എനിക്ക് കൈ വേദനയും കൂടി. ഈ കൈയെല്ലാം പഴുത്ത് പൊട്ടുമ്പോഴത്തെ അവസ്ഥയായി. എൻ്റെ കർത്താവ് ഫാസ്റ്റിൻ്റെ പ്രാർത്ഥനയിൽ കൂടി എൻ്റെ ജീവിക്കുന്ന ദൈവം മരിച്ച് 4 നാളായി നാട്ടം വെച്ച ലാസറിനെ ഉയർപ്പിച്ച എൻ്റെ യേശു, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ല, തള്ളിക്കളയില്ല. പെറ്റമ്മ ഉപേക്ഷിച്ചാലും ആര് നിന്നെ കൈവിട്ടാലും ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ കൈവിടുകയില്ലെന്ന് പറഞ്ഞ എൻ്റെ യേശു അപ്പൻ എൻ്റെ കൈ നല്ല രീതിക്ക് കർത്താവ് നിർമ്മാണ കൃപ എനിക്ക് തന്നു. ഈ കൈ വളഞ്ഞു തന്നു. എനിക്ക് എങ്ങനെ കാണിക്കണമെന്ന് അറിഞ്ഞൂടാ. ആ തരത്തിൽ എൻ്റെ യേശുപ്പൻ പാസ്റ്റിൻ്റെ പ്രാർത്ഥനയിൽ കൂടി എനിക്ക് അത്ഭുത വിടുതൽ തന്ന എൻ്റെ യേശു ഞാൻ 1000 നന്ദി പറഞ്ഞ എൻ്റെ സാക്ഷിനെ ഞാൻ ദ്രവിക്കും.